രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ആവശ്യമുള്ള എല്ലാ ഡോക്യുമെന്റ്സും സ്കാൻ ചെയ്ത് റെഡിയാക്കി വെക്കുക. അതിനുശേഷം www.nimhans.ac.in എന്ന സൈറ്റ് സെർച്ച് ചെയ്യുക. അതിൽ അനൗൺസ്മെന്റ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആവും. അതിൽ കുറച്ച് നോട്ടിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് ആപ്ലിക്കേഷൻ ഫോർ UG കോഴ്സസ് ഫോർ ദ അക്കാഡമിക് ഇയർ 25 to 26 എന്നുള്ള ഓപ്ഷൻ സെർച്ച് ചെയ്യുക. അപ്പോൾ ഒരു രജിസ്ട്രേഷൻ ആൻഡ് ലോഗിൻ വിൻഡോ ഓപ്പൺ ആവും. ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർക്ക് അതിൽ ലോഗിൻ ചെയ്യാൻ പറ്റും ഫോൺ നമ്പർ യൂസ് ചെയ്ത്. പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇതിനുശേഷം ഓപ്പൺ ആവുന്നത് ഒരു രജിസ്ട്രേഷൻ വിൻഡോ ആണ്. അതിൽ നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ ഫോൺ നമ്പർ, മെയിൽ ID കൊടുക്കണം. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോൺ നമ്പറും മെയിൽ IDയും ആക്റ്റീവ് ആയിട്ടുള്ളതായിരിക്കും. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ ചെയ്യണം. വെരിഫൈ നമ്പർ എന്നൊരു ഓപ്ഷൻ സൈഡിലുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കൊടുത്ത നമ്പറിലേക്ക് ഒരു OTP വരും. അതിവിടെ എൻ്റർ ചെയ്യുക. ഇത് സെയിം പോലെ തന്നെ മെയിൽ ID എൻ്റർ ചെയ്തിട്ട് വെരിഫൈ ചെയ്യുക. അതിൽ ഒരു OTP വരും. അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതിനുശേഷം ക്യാപ്ച എൻ്റർ ചെയ്യുക. രജിസ്റ്റർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇത് ബാക്ക് ടു രജിസ്ട്രേഷൻ ആൻഡ് ലോഗിൻ വിൻഡോയിലേക്ക് പോകും. അവിടെ നമ്മുടെ മൊബൈൽ നമ്പറും ക്യാപ്ച അടിച്ച് നമുക്ക് OTP വരും. അത് വെച്ച് നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാം. OTP വെരിഫൈഡ് ആയതിനു ശേഷം ഒരു ഇനിഷ്യൽ രജിസ്ട്രേഷൻ വിൻഡോ ഓപ്പൺ ആവും. അതിൽ നമ്മുടെ അച്ഛൻ്റെ നമ്മുടെ പേര്, അഡ്രസ്, പിൻകോഡ്, നാഷണാലിറ്റി, കാസ്റ്റ്, കാറ്റഗറി ഇതെല്ലാം എൻ്റർ ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും സ്പെസിഫിക് കാറ്റഗറിയിൽ ഉൾപ്പെട്ട ആളാണെങ്കിൽ അത് പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്സ് ഇനി വരുന്ന വിൻഡോയിൽ അപ്ലോഡ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കാം. അഡ്രസ് എൻ്റർ ചെയ്തതിന് ശേഷം 10th 12th മാർക്സ് അപ്ലോഡ് ചെയ്യണം. 10th ആണ് ആദ്യം എൻ്റർ ചെയ്യേണ്ടത്. അതിൽ തന്നെ നിങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ പേര്, നിങ്ങളുടെ ബോർഡ് ഏതാണ്, ICSE, CBSE അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ്, അത് സെലക്ട് ചെയ്യുക. നിങ്ങൾ പാസ് ഔട്ടായ വർഷം, പിന്നെ മാർക്സ്, ടോട്ടൽ മാർക്സും പെർസെൻറ്റേജും എൻ്റർ ചെയ്യുക. ഇതുപോലെ തന്നെ 12th എൻ്റർ ചെയ്യുക. ടെൻത്ത് 12th എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കോഴ്സ് വൈസ് അഗ്രിഗേറ്റ് പെർസെൻറ്റേജ് എൻ്റർ ചെയ്യണം. അതായത് നിങ്ങൾ ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യുന്നത്. BSc നഴ്സിംഗ് മാത്രമാണെങ്കിൽ BSc നഴ്സിംഗ് അത് അവർ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് ഇത് മാത്രം എടുത്ത് അതിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഇത് നിങ്ങൾ 2 3 അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള സബ്ജക്ട്സ് ഏതാണോ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ആഡിന് ഓപ്ഷൻ കൊടുത്ത് അതിൽ എൻ്റർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ BSc നഴ്സിംഗ് കോഴ്സ് സെലക്ട് ചെയ്താൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് ഇതിൻ്റെ അഗ്രിഗേറ്റ് എത്രയാണെന്ന് നോക്കി എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് സേവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഒരു ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആവും. അതിൽ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നമ്മുടെ സൈൻ, പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ്, 10th 12th നമ്മുടെ ID പ്രൂഫ് ഇതെല്ലാം അപ്ലോഡ് ചെയ്യുക. പ്രൊഫൈൽ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ രണ്ടും JPG ഫോർമാറ്റിലായിരിക്കണം. ബാക്കിയെല്ലാം 2 MB കുറവുള്ള ഒരു ഫയലായിരിക്കും. ഇതെല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം ഒരു പ്രിവ്യൂ വരും. അതിൽ നിങ്ങൾ ആദ്യം തൊട്ട് എൻ്റർ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സും പിക്ചറും അതെല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് അതെല്ലാം ചെക്ക് ചെയ്യാം. എന്നിട്ട് പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകാം. അതിനുശേഷം ക്ലിക്ക് ടു പേ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഒരു പേയ്മെൻറ്റ് ലിങ്ക് ജനറേറ്റ് ആവും. ഇതിനുശേഷം ഒരു പുതിയ വിൻഡോ ഓപ്പൺ ആവും. അതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് എൻ്റർ ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം ഒരു QR കോഡ് ഓപ്പൺ ആവും. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ UPI ID എൻ്റർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാം.
പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആവും. അത് ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ വയ്ക്കാം.